Giriş. Kamdizan, Kemal. Nanti apa nih? Sadik udah, Sadik. Udah. A very good morning to all. Respected dignitaries on the dais, Honorable Vice Chancellor, esteemed members of the management, respected principal, distinguished guests, faculty members, award recipients, students, and all invitees. On behalf of MES Panani College, I extend a warm and cordial welcome to each one of you to Ecoladia 25, the ICWASY Award Ceremony. Ecoladia 25 stands as a celebration of academic excellence, institutional commitment, and quality enhancement, reflecting the values upheld by MES Panani College, a NAAC re-accredited institution with A+ grade and a CGPA of 3.46. The internal quality assurance cell of MES Panani College has always believed that quality enhancement is not an abstract concept, but the result of sustained efforts by dedicated individuals. The awards being conferred today stand as a testimony to the institution's culture of recognizing merit across academics, research, innovation, co-curricular excellence, and social commitment. To invoke the blessings of Almighty for success of today's program, let's begin with silent prayer. Thank you. I now invite Dr. Babu Ibrahim, Secretary and Correspondent of MES Panani College, to deliver the welcome address. Good morning to all. ബഹുമാന്യ അതിഥികളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നമ്മളിവിടെ ഇന്ന് ഒത്തുചേർന്നിട്ടുള്ളത് കോളേജിലെ വിവിധ തലങ്ങളിൽ പ്രതിഭാ പുരസ്കാരങ്ങൾ നേടിയവരും മികവ് തെളിയിച്ച് മറ്റു വിവിധ വേദികളിൽ നിന്ന് അംഗീകാരം നേടിയവരുമായിട്ടുള്ള വിദ്യാർത്ഥികളെ അനുമോദിക്കാൻ, വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അനുമോദിക്കാനും അവരുടെ സന്തോഷത്തിൽ നമുക്ക് പങ്കുചേരാനും കൂടിയാണ്. ഒരു ദീർഘമായ സ്വാഗത പ്രസംഗത്തിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല എന്നെനിക്കറിയാം. നമ്മുടെ കോമ്പയറിങ്ങിൽ തന്നെ അത്യാവശ്യം നമ്മുടെ അതിഥികളെ പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നൊരു പ്രത്യേക ദിവസമാണ് കോളേജിനെ സംബന്ധിച്ച്.
നിലവിലുള്ള പ്രിൻസിപ്പൽ സ്ഥാനമൊഴിയുന്നു. പുതിയൊരു പ്രിൻസിപ്പൽ കോളേജിലേക്ക് വരുന്നു. ആ ഒരു മുഹൂർത്തത്തിലാണ് നമ്മുടെ പ്രതിഭാധരന്മാരായിട്ടുള്ള വിദ്യാർത്ഥികളെ നമ്മൾ ആദരിക്കുന്നത്, അധ്യാപകരെ ആദരിക്കുന്നത്. ആ ഒരു മുഹൂർത്തം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അപ്രതീക്ഷിതമായി കുറേ അതിഥികൾ ഇവിടെയുണ്ട്. മമ്പാട് കോളേജിലെ നമ്മുടെ സഹപ്രവർത്തകർ. ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമുക്ക് ഈ പരിപാടിയിലെ മുഖ്യ അതിഥിയായി വന്നിട്ടുള്ളത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറാണ്. അദ്ദേഹം നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. അധികം ദൂരമില്ലാത്ത പുലാമന്തോൾ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. ആ ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് കെമിസ്ട്രിയിൽ PG കഴിഞ്ഞ് പിന്നീട് മദ്രാസ് IIT-യിൽ നിന്ന് PhD നേടി 1998 അദ്ദേഹം പിന്നെ നമ്മുടെ നാട് വിട്ട് വിദേശങ്ങളിലേക്കാണ് പോയത്. വിദേശങ്ങളിൽ പോയെന്ന് പറയുമ്പോൾ വിവിധ സർവകലാശാലകളിൽ, ജർമ്മനിയിൽ, ജപ്പാനിൽ, അമേരിക്കയിൽ എന്നീ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയ, നാനോ ടെക്നോളജിയിലും ഗ്രീൻ കെമിസ്ട്രിയിലും എന്ന് വേണ്ട അദ്ദേഹത്തിൻ്റെ വിഷയവും വിഷയത്തിനപ്പുറത്തുമുള്ള ഒരുപാട് മേഖലകളിൽ ഒരു ഗവേഷകൻ എന്ന നിലക്ക്, ഒരു വിദ്യാഭ്യാസ പ്രചാരകൻ എന്ന നിലക്ക്, പ്രൊമോട്ടർ എന്ന നിലക്ക് വളരെ വലിയ സംഭാവനകൾ അർപ്പിച്ച ഒരു വ്യക്തിയാണ്. ഒരിക്കൽ അദ്ദേഹം വ്യക്തിപരമായുള്ള സംസാരത്തിൽ പറയുകയുണ്ടായി, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഒരു ആഗ്രഹം കൊണ്ടാണ് തിരിച്ച് നാട്ടിലേക്ക് വന്നത്. എന്തേ അങ്ങനെ പറഞ്ഞു വെച്ചപ്പോൾ ഒന്നുമല്ല, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ, വിദ്യാഭ്യാസ പ്രവർത്തകർക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അദ്ദേഹം വ്യാകുലനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പിടിവലിയില്ലാത്ത ഒരു അന്തരീക്ഷം വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാവണമെന്ന് എപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ VC സ്ഥാനം അങ്ങനെ തന്നെയാണ്. പലർക്കും പല അഭിപ്രായങ്ങളും പലരും ഞാൻ അദ്ദേഹം VC ആയിരുന്നപ്പോൾ കേട്ടത്. എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇപ്പം ഇന്നേ VC നമുക്ക്, ഇന്നേ VC നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് തരംതിരിച്ച് VC-മാരെ തീരുമാനിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രൊഫഷൻസിയുടെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾ ഒട്ടും തന്നെ അവഗണിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോൾ നിർബന്ധമായും VC ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ് പ്രൊഫസർ രവീന്ദ്രൻ. അദ്ദേഹത്തെ ഞാൻ ഈ കോളേജിലെ കുട്ടികൾക്ക് വേണ്ടി, അധ്യാപകർക്ക് വേണ്ടി, മാനേജ്മെന്റ് കമ്മിറ്റിക്ക് വേണ്ടി, സർവോപരി ഇവിടെ ചേർന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന്, ഇവിടെ നമ്മുടെ കോളേജ് മാനേജിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ പ്രൊഫസർ OP അബ്ദുറഹ്മാൻ സാറാണ് ഇതിന് അധ്യക്ഷത വഹിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ഈ കോളേജിൻ്റെ ഭാഗമാണ്. മുൻ മമ്പാട് കോളേജിലെ പ്രിൻസിപ്പലായിരുന്നു. അതുപോലെ തന്നെ വിവിധ വിദ്യാഭ്യാസ മേഖലയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരാളെ നമ്മുടെ കോളേജ് മാനേജിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായതിൽ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ ക്യാമ്പസിൻ്റെ ഒരു ഭാഗമാണ് അദ്ദേഹം. അദ്ദേഹത്തെയും ഈ ചടങ്ങിൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന്, OC സലാഹുദ്ദീൻ. ഈ ക്യാമ്പസിലെ ഓരോ മണൽത്തരികൾക്കും അദ്ദേഹത്തെ അറിയാം. ഞാനിവിടെ ഒരു അധ്യാപകനായി വന്നിരുന്ന കാലത്ത് ഇവിടുത്തെ വിദ്യാർത്ഥിയായിരുന്നു. പിന്നീട് മാനേജിംഗ് കമ്മിറ്റി അംഗമായി, സെക്രട്ടറിയായി, അങ്ങനെ പടിപടിയായി ഇപ്പോൾ MES-ന്റെ സംസ്ഥാന ട്രഷറർ എന്ന സ്ഥാനം. അത് ഈ കോളേജിൻ്റെ ഒരു വലിയ തൂവൽ തന്നെയാണ്. നമ്മളെ അലുമിനിയിൽപ്പെട്ട ഒരാൾ MES-ന്റെ ഈ കോളേജുകളെ നിയന്ത്രിക്കുന്ന ബോഡിയുടെ തലപ്പത്തെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കോളേജിന് ഒരു അഭിമാനം തന്നെയാണ്. ശ്രീ സലാഹുദ്ദീനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നീട് സ്വാഗതം ചെയ്യാനുള്ളത് മാനേജറിന്റെ സഹപ്രവർത്തകരായ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെയാണ്. മിക്കവാറും ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ചില
മാനേജിംഗ് കമ്മിറ്റികൾ അവർക്ക് അത്യാവശ്യമായ ചില തിരക്കുകളുള്ളത് കൊണ്ട് സമയത്തിന് എത്തിപ്പെടാൻ കഴിയില്ല എങ്കിലും ഈ പരിപാടി തീരുന്നതിന് മുമ്പ് അവരിവിടെ എത്തും. ഇവിടെ വന്നവർക്കും സ്വാഗതം പറയുന്നു. ഇനി ഇവിടെ വരാൻ ഉള്ളവർക്കും ഞാൻ അവരുടെ അഭാവത്തിൽ സ്വാഗതം പറയും. പിന്നെ നമ്മുടെ മമ്പാട് കോളേജിൽ നിന്ന് ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ എനിക്ക് അറിയില്ല എന്നുള്ളൊരു സത്യം തന്നെയാണ്. കാരണം പുതിയ തലമുറയിലുള്ള അധ്യാപകരാണ്. പഴയ തലമുറയിലുള്ള അധ്യാപകരാണ് എങ്കിൽ എനിക്ക് മിക്കവാറും ഒരുവിധം കേരളത്തിലെ കോളേജുകളിലെ അധ്യാപകരുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ബന്ധം നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കുക. ഞാൻ പേരെടുത്ത് ആരെയും സ്വാഗതം ചെയ്യുന്നില്ല, എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന്, പുതുതായി നമുക്ക് വന്നിട്ടുള്ള ഡോക്ടർ സാബിക്, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നത് മാത്രമല്ല, മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടി ഈ ക്യാമ്പസിലേക്ക് തന്നെ, ഈ ക്യാമ്പസിൽ അദ്ദേഹത്തിന് വളരെ സൗകര്യപ്രദമായ സുഖകരമായിട്ടുള്ള ഒരു അക്കാഡമിക് അന്തരീക്ഷമുള്ള ഒരു ക്യാമ്പസിലേക്ക് അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഇനി ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന്. പിന്നെ നമ്മുടെ അലുമിനി, ഇവിടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങൾക്കറിയാമല്ലോ, പൊന്നാനി MES കോളേജിൻ്റെ അലുമിനി വളരെ ശക്തമായ ഒരു ബോഡിയാണ്. അവർ ഈ കോളേജ് ക്യാമ്പസിൽ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചറൽ സൗകര്യങ്ങൾ ഒരുപാട് ചെയ്തു തരുന്നവരാണ്. സ്കോളർഷിപ്പ് രംഗത്ത് ഒരുപാട് സംഭാവനകൾ അവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം അന്താരാഷ്ട്ര വേദികളിൽ എന്ന് തന്നെ പറയാൻ പറ്റുന്ന രീതിയിൽ ഗൾഫാണ് അവരുടെ പ്രവർത്തന മേഖലയെങ്കിലും അക്കാഫ് എന്ന് പറയുന്ന കേരളത്തിലെ അലുമിനി അസോസിയേഷന്റെ വിഭാഗം, അതിൻ്റെ പ്രധാന സ്ഥാനത്ത് നമ്മുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി, നമ്മുടെ ഒരു അലുമിനി ശ്രീ രതീഷ് ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്കൊരു അംഗീകാരവും അവർക്കൊരു അനുമോദനം നമ്മൾ നടത്തുന്നുണ്ട്. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കൂടെ വന്നിട്ടുള്ള എല്ലാ ആളുകളെയും ഞാൻ ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ എല്ലാവർക്കും വേണ്ടി എൻ്റെ സംസാരം നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. I now have the honor of inviting the president of today's function, Dr. O.P. Abdurrahman, Chairman, MES Panani College, to deliver the presidential address. Calicut University Vice Chancellor Dr. P. Ravindran Sir, MES-ന്റെ സംസ്ഥാന ട്രഷറർ OC സലാഹുദ്ദീൻ, വേദിയിലിരിക്കുന്ന കോളേജ് മാനേജ്മെന്റ് സെക്രട്ടറി ബാബു ഇബ്രാഹിം, പ്രിൻസിപ്പൽ ഡോക്ടർ സുബൈർ, പുതിയതായി ചാർജ് എടുക്കുന്ന പ്രിൻസിപ്പൽ ഡോക്ടർ MK സാബിക്, കേരള അലൂമിനി അസോസിയേഷൻ ഭാരവാഹിയായ ഗിരീഷ്, മുൻ പ്രിൻസിപ്പളായ സഗീർ ഖാദിരി, ഡോക്ടർ അനസ്, അതുപോലെ മറ്റു മാനേജ്മെൻറ്റിൻ്റെ ഭാരവാഹികളെ, അധ്യാപകരെ, വിദ്യാർത്ഥികളെ, ഇന്ന് പല വേദികളിലും ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ച് ഇന്ന് അവരെ അഭിനന്ദിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ദീർഘമായ ഒരു സംസാരത്തിന് മുതിരുന്ന ഒരു ചടങ്ങല്ല ഇത്. കാരണം വർഷങ്ങളായി, കഴിഞ്ഞ വർഷം വിവിധ മേഖലകളിൽ വളരെ ഉന്നത സ്ഥാനങ്ങളിലെത്തിയ അക്കാഡമിക് രംഗത്ത്, അക്കാഡമികേതര രംഗത്ത്, കലാരംഗത്ത്, സ്പോർട്സ് രംഗത്ത് ഒക്കെ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ഒരു ചടങ്ങ്, ഒരു കലാലയത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഒരു ചടങ്ങ്, ഏറ്റവും പ്രധാനമായൊരു ചടങ്ങ്. വിവിധ മേഖലകളിൽ അവരുടെ കഠിനാധ്വാനത്തിൻ്റെയും അവരുടെ അർപ്പണബോധത്തിൻ്റെയും ഫലമായി അവർ നേടിയ ആ സ്ഥാനമാനങ്ങൾക്ക് അംഗീകാരം നൽകുന്ന ഒരു വേദി, അതാണിത്. തീർച്ചയായിട്ടും ഒരു കലാലയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്. അതോടൊപ്പം തന്നെ അവരതിന് തയ്യാറാക്കിയ അധ്യാപകരുടെ റോള് നമുക്ക്
മറക്കാൻ കഴിയില്ല. കാരണം അവരാണ് ഈ വിദ്യാർത്ഥികൾ അതിനുവേണ്ടി തയ്യാറാക്കിയത്. അധ്യാപകരെയും ആദരിക്കുന്ന ചടങ്ങ്, അതുപോലെ രക്ഷിതാക്കൾ വന്നിട്ട് അവർക്കും തീർച്ചയായിട്ടും അഭിമാനിക്കാനുള്ളൊരു ചടങ്ങ്, വിദ്യാർത്ഥികൾക്കും അവാർഡിനർഹമായ വിദ്യാർത്ഥികൾക്കും നേട്ടങ്ങൾക്ക് അർഹമായ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അതുപോലെ രക്ഷിതാക്കളെയും അഭിനന്ദിക്കുന്ന അവർക്ക് ആഹ്ലാദകരമായ ഒരു അനുഭവം പങ്കുവെക്കുന്ന ഒരു ചടങ്ങ് തീർച്ചയായിട്ടും ഒരു കലാലയത്തിൻ്റെ ഏറ്റവും വലിയൊരു ചടങ്ങാണത്. ഈ ചടങ്ങിലേക്ക് ഇന്ന് സമ്മാനാർഹമായ തീർച്ചയായിട്ടും അഭിനന്ദനം അറിയിക്കുന്ന വിദ്യാർത്ഥികൾ ഒരിക്കൽ കൂടി ഈ വേദിയിൽ വെച്ച് അഭിനന്ദിക്കുന്നു. അവർ ഇനിയും ഒരുപാട് ഉന്നതങ്ങളിൽ എത്തട്ടെ എന്ന് സർവശക്തനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം പറയാനുള്ളത്, ഇത്തരം വേദികളിൽ നമ്മൾ ഓർക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട സംഭവം, ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. കാരണം ഒരു കലാലയം അറിയപ്പെടുന്നത് പലപ്പോഴും നമ്മൾ അതിൻ്റെ കെട്ടിടങ്ങളുടെ ഭംഗി അല്ലെങ്കിൽ പെയിന്റിങ്ങിന്റെ ഭംഗി ഒക്കെയാണ് ഒരു കലാലയം അറിയപ്പെടുന്നതല്ല. ഇന്നത്തെ കാലത്ത് കലാലയം അറിയപ്പെടുന്നത് വിദ്യാർത്ഥികളുടെ നേട്ടങ്ങളിലൂടെയാണ്. ആ വിദ്യാർത്ഥികൾ ആ കലാലയത്തിൽ എന്ത് സമ്പാദിച്ചു, അവരെന്ത് നേട്ടമുണ്ടാക്കി, അവരേതൊക്കെ മേഖലകളിലെത്തി, സിവിൽ സർവീസിൽ എത്ര പേരെത്തി, അല്ലെങ്കിൽ ഉന്നത സ്ഥാനങ്ങളിൽ അവർ എത്ര പേരെത്തി, അതുപോലെ മറ്റു ജോലി അവർക്ക് എത്ര പേർക്ക് നല്ല ജോലി കിട്ടി, അവർ സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളിലെത്തി, അതുപോലെ എത്ര സ്വയം സംരംഭകരുണ്ടായി, അതൊക്കെയാണ് പ്രാധാന്യം. ഇപ്പോഴതാണ് പ്രാധാന്യം നൽകുന്നത്. ഒരുപാട് സ്വയം സംരംഭത്തിന് ഒരുപാട് സാഹചര്യങ്ങൾ ഗവൺമെൻറ് അനുഭവിക്കുന്ന ഒരു കാലഘട്ടം, എത്ര പേര് അങ്ങനെ ഉന്നതങ്ങളിലെത്തി. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കലാലയത്തെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ആ വിദ്യാർത്ഥികളുടെ നേട്ടങ്ങളിലൂടെയാണ്. വിദ്യാർത്ഥികളുടെ നേട്ടങ്ങളിലൂടെയാണ് കലാലയത്തെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അധ്യാപകരുടെയും. പലപ്പോഴും കോളേജ് അറിയപ്പെടുന്ന അധ്യാപകരുടെ പേരിലാണ്. ആ കോളേജിൽ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത്രയും നല്ല അധ്യാപകരുണ്ട്, അല്ലെങ്കിൽ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റവും നല്ല. ഇപ്പം കാലം മാറിപ്പോയി. വിദ്യാർത്ഥികൾ എന്നെ സെലക്ട് ചെയ്യുന്നത് അധ്യാപകരെ നോക്കിയാണ്, ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയാണ്. ഇന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പം മാസ് കമ്മ്യൂണിക്കേഷനിൽ ഇന്ത്യയിൽ ഏറ്റവും നല്ല പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ പോകുന്നത് ജാമിയ മില്ലിയയിലാണ്. അവിടെയാണ് ഏറ്റവും നല്ലതെന്ന്. അതുപോലെ ചില കോഴ്സുകൾ പോകുന്നത് JNU അല്ലെങ്കിൽ ഡൽഹി. അങ്ങനെ അധ്യാപകരെയും ഡിപ്പാർട്ട്മെന്റും തിരഞ്ഞെടുത്ത് പോകുന്ന വിദ്യാർത്ഥികൾ. അപ്പം ഒരു കലാലയം അറിയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുടെ നേട്ടങ്ങളിലൂടെയാണ്, അധ്യാപകരിലൂടെയാണ്, ഡിപ്പാർട്ട്മെന്റിലൂടെയാണ്. അപ്പം അത്തരം രീതിയിലുള്ള ഒരു കലാലയത്തിൻ്റെ വികാസത്തിന് ഏറ്റവും പ്രാധാന്യം വിദ്യാർത്ഥികളുടെ നേട്ടങ്ങളാണ്. ആ നേട്ടങ്ങളുള്ള വിദ്യാർത്ഥികൾ അഭിനന്ദിക്കുന്ന ചടങ്ങാണ് ഏറ്റവും വലുതാണ്, ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് മാത്രമല്ല, നമ്മൾ ഒരു പുതിയ മേഖലയിൽ കടക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ കോളേജിനെ ഒരു ഓട്ടോണമസ് സ്ഥാപനമാക്കണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് യൂണിവേഴ്സിറ്റിയുടെ ഒരു ഇൻസ്പെക്ഷൻ നാളെ നടക്കാനിരിക്കുകയും കൂടെയാണ്. വളരെ പ്രധാനപ്പെട്ടൊരു ചടങ്ങാണ്. ഓട്ടോണമസ് ആക്കുന്നതിന് പല കാര്യങ്ങളുണ്ട്. നമുക്ക് അക്കാഡമിക്കായിട്ട് നമ്മുടെ കരിക്കുലം, നമ്മുടെ സിലബസ് നമുക്ക് കാലത്തിനൊത്ത് സമയത്തിനൊത്ത് പരിഷ്കരിക്കാനുള്ള ഒരു സാഹചര്യം വന്നു ചേരുകയാണ്. പലപ്പോഴും അത് പല കാര്യങ്ങൾ കൊണ്ട് വൈകി പോകുന്നുണ്ട്. അതില്ലാതെ സമയാസമയങ്ങളിൽ കാലത്തിനൊത്ത് വേണ്ട രീതിയിൽ സിലബസ് പരിഷ്കരിക്കുകയും മുന്നോട്ട് പോവുകയും കാലത്തിനൊത്ത പുതിയ പ്രോഗ്രാമുകൾ ഉണ്ടാക്കുകയും അതുപോലെ പുതിയ പ്രോഗ്രാമുകൾ ഡിസൈൻ ചെയ്യുകയും പഴയ പ്രോഗ്രാമുകളൊക്കെ മാറി പുതിയ രീതിയിൽ അത് ഡിസൈൻ ചെയ്യുകയൊക്കെ ചെയ്യാനുള്ള ഒരു സാഹചര്യം വരികയാണ്. തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് നേട്ടമാവും. അത്തരം ഒരു പുതിയ കാലത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വിദ്യാർത്ഥികളാണ് അതിൽ ഏറ്റവും പ്രധാനം എന്നുള്ള ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി ആ വിദ്യാർത്ഥികളെയും അതിന് അർഹരാക്കിയ അധ്യാപകരെയും രക്ഷിതാക്കളെയും അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ എനിക്ക് ഈ വിദ്യാർത്ഥികളോട് പറയാനുള്ള ഒരൊറ്റ കാരണം, നമ്മുടെ ഒരു ഉത്തരവാദിത്വമുണ്ട്, നമ്മുടെ ഒരു കടപ്പാടുണ്ട്. നമ്മളെല്ലാം ഇന്നത്തെ നിലകളിലെത്തിയത്, ഇന്ന് എത്തിക്കൊണ്ടിരിക്കുന്നത് സമൂഹത്തിൻ്റെ സപ്പോർട്ടിലാണ്, സമൂഹത്തിൻ്റെ ചെലവിലാണ് നമ്മളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ എന്ത് വിജയം കൈവരിച്ചാലും പഠിക്കുന്ന ഒക്കെ തന്നെയും സമൂഹത്തിൻ്റെ ചെലവിലാണ്. അപ്പോൾ സമൂഹത്തിനോട് നമുക്കൊരു കടപ്പാടുണ്ട്. നിങ്ങളെ ഉന്നതങ്ങളിലെത്തിയ വിജയിച്ച വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും ഇനിയും ഉയരങ്ങളിലെത്തണം. ഏത് ഉയരങ്ങളിലെത്തിയാലും നമ്മുടെ കുടുംബത്തെ മറക്കാതിരിക്കുക, രാജ്യത്തെ മറക്കുക, സമൂഹത്തെ മറക്കാതിരിക്കുക, നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദീർഘിപ്പിക്കാതെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir.
The highlight of today's ceremony is the formal inauguration of Acaladia 25. It is indeed a moment of great pride for MES Ponani College to have with us a distinguished academician, an eminent scientist, and a visionary academic leader, Dr. P. Ravindran. Dr. P. Ravindran is an internationally acclaimed scientist and an academic administrator. He obtained his MSc in chemistry from Christ College and his PhD from IIT Madras in 1998. He has carried out postdoctoral research associateship at premier international institutions, including the University of Göttingen, Germany, Dr. O.P. Abdurrahman, the president of this function and the chairman of the MES Ponani College. എൻ്റെ പ്രിയ സുഹൃത്തും MES പൊന്നാനി കോളേജിൻ്റെ സെക്രട്ടറിയും ആയ ഡോക്ടർ ബാബു ഇബ്രാഹിം, ശ്രീ OC സലാഹുദ്ദീൻ, ഡോക്ടർ MK സാബിക്, പ്രിൻസിപ്പൽ MES പൊന്നാനി കോളേജ്, Dr. A.S. Ubay, former principal, Shri Girish Menon, All Kerala Alumni Association, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റ് പ്രിയ സുഹൃത്തുക്കളെ, ഈ കോളേജിലെയും മറ്റ് കോളേജുകളിൽ നിന്നുമുള്ള അധ്യാപക സുഹൃത്തുക്കളെ, ഏറെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, MES പൊന്നാനി കോളേജിൻ്റെ ഇൻറ്റേർണൽ ക്വാളിറ്റി അഷുറൻസ് സെല്ലിൻ്റെ ആഭിമുഖ്യത്തിൽ അക്വളേഡിയ 25 എന്ന പേരിൽ ഇവിടെ നടത്തുന്ന ഈ അക്കാഡമിക് മെറിറ്റ് ഇവൻറ്റ്, അതിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികളോട്, പ്രത്യേകിച്ചും ശ്രീ ബാബു ഇബ്രാഹിം സാറിനോട് ആദ്യം തന്നെ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം മറ്റ് ഒരു സ്ഥാപനം തുടങ്ങുന്നത് പോലെ അല്ല. എല്ലാ സ്ഥാപനങ്ങൾക്കും അതിൻ്റേതായ കഥകളും അതിൻ്റേതായ സംഭാവനകളും അതിൻ്റേതായ കാഴ്ചപ്പാടുകളും സമൂഹത്തിൽ അത് ഉണ്ടാക്കിയെടുക്കുന്ന മാറ്റങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുമ്പോൾ ഒരു കാറ് കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ ദേ ആർ ആക്ച്വലി പ്രൊഡ്യൂസിങ് കാർസ്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നല്ല മനുഷ്യരെ, കഴിവുള്ള മനുഷ്യരെ ഈ സമൂഹം കെട്ടിപ്പടുക്കുവാൻ ഉത്തരവാദപ്പെട്ട വ്യക്തികളെ സ്വരൂപിക്കുന്ന, അവരെ പുറത്തിറക്കുന്ന ആ ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കിയെടുത്ത്, അത് പ്രൊഫഷണലായിരിക്കാം, നിങ്ങളുടെ വ്യത്യസ്തമായ മേഖലകളിലുള്ള കഴിവുകളുണ്ടാവും, അതിനൊക്കെ അപ്പുറത്തുള്ള എത്രയോ കഴിവുകൾ കൂടി നിങ്ങളെ നിറച്ച് നിങ്ങളെ പുറത്തിറക്കുന്ന സ്ഥാപനങ്ങളാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അപ്പോൾ 1968 MES പൊന്നാനി കോളേജ് സ്ഥാപിച്ചത് എന്ന് പറഞ്ഞു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചതും അതേ വർഷത്തിലാണ്. അപ്പോൾ ഈ പറയുന്ന ഇത്രയും വർഷങ്ങൾക്ക് 68 മുതൽ ഈ പൊന്നാനി MES കോളേജ് ഈ സമൂഹത്തിൽ നടത്തി വരുന്ന വലിയ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു പരിവർത്തനം, വലിയൊരു സംഭാവന, വിദ്യാർത്ഥികളെ വളരെ നല്ല രീതിയിൽ അവരുടേതായ പ്രൊഫഷണൽ മേഖലകളിലും അതുപോലെ മറ്റ് കഴിവുകളെല്ലാം ചേർത്ത് ഈ സമൂഹത്തിന് ഉതകുന്ന വലിയ വ്യക്തികളായി മാറ്റിയെടുക്കുക എന്നുള്ള വലിയൊരു മഹത് കർമ്മത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഈ സ്ഥാപനം തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നു. ഇപ്പോൾ അവർ പുതിയൊരു ഓട്ടോണമസ് കോളേജ് ആകുവാനുള്ള എല്ലാ ശ്രമങ്ങളും ആണെന്ന് പറഞ്ഞു. എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഈ ക്യാമ്പസ് ജീവിതം ഒരിക്കലും ഇപ്പോൾ ഒരു പക്ഷേ നമുക്ക് അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ ഈ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ്, പ്രാധാന്യം ജീവിതത്തിൽ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഒരു 10-20 കൊല്ലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക്
ശരിക്കും ഈ നിങ്ങൾ ഏറ്റവും അധികം മിസ് ചെയ്യുന്ന ഒരു കാലഘട്ടമായിട്ട് നിങ്ങളുടെ ഈ കലാലയ ജീവിതം നിങ്ങൾ അനുഭവപ്പെടും. കാരണം ഇനി ഇവിടെ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും അടുത്ത ഒരു കോഴ്സ് എന്താണ്, അല്ലെങ്കിൽ അടുത്ത ജീവിതത്തിൽ എന്തായി തീരണം, നിങ്ങൾ കുറച്ചുകൂടിയും ഒരു ജോലി അന്വേഷിക്കും. അങ്ങനെ കൂടുതൽ മത്സരങ്ങളുടെയും ഒക്കെ ഒരു കാലഘട്ടത്തിൽ പോകുന്നു. പിന്നെ അത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ കുടുംബജീവിതം, കുട്ടികൾ, പിന്നെ അതുപോലെ കുറേ കാര്യങ്ങളൊക്കെ ജോലിയൊക്കെ ആയിട്ട് വരുമ്പോൾ അതിൻ്റെ പ്രഷറിലൊക്കെ വരുമ്പോൾ നിങ്ങളൊരിക്കലും ഈ കലാലയത്തിനെ കുറിച്ചൊന്നും ചിലപ്പോൾ ഓർത്തോളുന്നില്ല. പക്ഷെ ഒരു 10-20 കൊല്ലം കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ ഈ കലാലയത്തിലൊക്കെ സ്പെൻഡ് ചെയ്ത ഈ സമയം എത്രമാത്രം പ്രിയപ്പെട്ട സമയമായിരുന്നു, നിങ്ങൾ എത്ര പ്രിയപ്പെട്ടവരോടൊപ്പമാണ് ഈ കലാലയത്തിൽ കഴിഞ്ഞിരുന്നത് എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ ആ സമയത്ത് തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി ഓടിയെത്തും. അത് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അലുമിനി അസോസിയേഷൻസൊക്കെ സ്ട്രോങ് ആയതോട് കൂടിയിട്ട് ഞാൻ സമൂഹത്തെ എല്ലാ സ്ഥലത്തും കണ്ടുവരുന്ന സ്കൂളായാലും കോളേജായാലും ഒക്കെ പഴയ ആളുകളുടെ ഗെറ്റ് ടുഗദറുകളാണ്. ഇപ്പോൾ പഴയ ആളുകളൊക്കെ അവരുടേതായ ഈ ഇപ്പോൾ ഈവൻ റിട്ടയർ ചെയ്ത ആൾക്കാരൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയും വലിയ ഉത്സാഹത്തോടും കൂടിയിട്ട് ഈ പറയുന്ന ഈ ഒത്തുചേരലുകളിലേക്ക് തിരിയുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ അത്രയേറെ മധുരമുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നില്ല എന്ന് തിരിച്ചറിയുന്നത് ഈ കുറച്ച് ഒരു 10-20 കൊല്ലം നിങ്ങൾ ഇവിടുന്ന് കഴിഞ്ഞ് പോകുമ്പോഴാണ് എന്നുള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ നേടാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പല പല വിഷയങ്ങൾ പഠിക്കുന്നവരുണ്ടാവും. കെമിസ്ട്രി പഠിക്കുന്നവരുണ്ടാവും, ഫിസിക്സ് പഠിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ അറബിക്കോ മലയാളമോ സംസ്കൃതമോ അല്ലെങ്കിൽ എക്കണോമിക്സോ ഹിസ്റ്ററിയോ ഒക്കെ പഠിക്കുന്ന വ്യത്യസ്തമായ മേഖലകളിലാണ് നിങ്ങൾ ഇവിടുന്ന് പഠിച്ചു പോകുന്നത്. എല്ലാവരും ഒരേ വിഷയം പഠിച്ചിട്ടല്ല പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങളിലൊക്കെ വളരെ വ്യത്യസ്തമായ കഴിവുകൾ. പലപ്പോഴും നമ്മൾ പുതിയൊരു ആധുനികമായൊരു കാഴ്ചപ്പാടിൽ പറയുമ്പോൾ ഈ പരീക്ഷകൾ എന്ന് പറയുന്ന ഒരു സാധനത്തിന് പോലും വലിയൊരു പ്രസക്തി ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ്. അതല്ലെങ്കിൽ ഔപചാരികമായ പഠനങ്ങൾക്ക് പോലും, ഔപചാരികമായ ഡിഗ്രികൾക്ക് പോലും പലപ്പോഴും പ്രസക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. അതിന് കാരണം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇൻ്റർനെറ്റ് തുറന്നു വിട്ടുള്ള ഒരു അറിവിൻ്റെ വിപ്ലവം, ആ വിപ്ലവത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെല്ലാവരും. ഇപ്പം ഞാൻ എപ്പോഴും പറയും, ഒരു 10-25 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 30 കൊല്ലം ഞാൻ IIT 90s ഉണ്ടായിരുന്ന ഒരാളാണ്. ഇപ്പോൾ 91 ഐ ജോയിൻഡ് IIT മദ്രാസ്. അപ്പോൾ അന്ന് ഇന്ത്യയിൽ ഒരുപക്ഷെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം സാധ്യമായിരുന്ന ഒരു സാധനമായിരുന്നു അന്ന് ആദ്യമായിട്ട് ഇൻ്റർനെറ്റ് വന്നപ്പോൾ ഈ കമ്പ്യൂട്ടറിൽ ഒരു ഇമെയിൽ അയക്കുക. അന്ന് ഹോട്ട്മെയിലാണ് അന്ന് ഇത് വന്ന കാലഘട്ടത്തിൽ. അന്ന് വളരെ പരിമിതമായ സ്ഥലങ്ങളിൽ മാത്രമാണ് ആ സമയത്ത്. പിന്നീട് കുറച്ചും കൂടിയിട്ട് പോപ്പുലറായി. അപ്പോൾ നമ്മൾ അന്നൊക്കെ ആളുകൾ പറയും, ഇൻ്റർനെറ്റൊക്കെ വന്ന് പറയും, നമ്മൾ അതിൻ്റെ പ്രഡിക്ഷൻസ് ഉണ്ടായിരുന്നു അന്ന്. ഈ നിങ്ങൾക്ക് ലോകത്ത് ഏതൊരു ആളുമായിട്ടും നിങ്ങൾക്ക് തപാലിലൊന്നും അയക്കേണ്ട, നിങ്ങൾക്ക് ഇമെയിൽ അയക്കാം. അതേപോലെ നിങ്ങൾക്ക് അമേരിക്കയിലോ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള അവരുടെ വെബ്സൈറ്റിൽ ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന ഒരു വിജ്ഞാന ശൃംഖലയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മാറാം. നിങ്ങൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് നോക്കി നിങ്ങളുടെ ലക്ഷണങ്ങൾ വെച്ച് എന്താണ് ഈ അസുഖം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഈ അസുഖത്തിൻ്റെ പ്രത്യേകതകൾ, എന്തൊക്കെയാണ് ഒരു അസുഖം വരാതിരിക്കാൻ ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാം. അങ്ങനെ പലതും പറയും. പല തരത്തിൽ പറയുമ്പോൾ അന്ന് നമുക്കൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാനിപ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, I never believed, even though I was one of those fortunate ones to have access to those facilities in those times, I never believed that I could ever have the kind of information access which I have today, or the kind of proficiency with which this young generation is actually working. I could never have imagined. കാരണം ഞങ്ങൾ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടർ, ഏറ്റവും നല്ല കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി എത്രയാണെന്നറിയോ? 400 MB ആണ് മെമ്മറി. ഹാർഡ് ഡ്രൈവിൻ്റെ കാര്യമാണ്, റാം അല്ല പറയുന്നത്. കിലോബൈറ്റ്സിലാണ് റാം, കിലോബൈറ്റ്സ്. ഇപ്പം നിങ്ങളുടെ മൊബൈലൊക്കെ നോക്കും, അത് ഏറ്റവും നല്ല കമ്പ്യൂട്ടർ. ഏറ്റവും നല്ല കമ്പ്യൂട്ടറിന് അന്ന് വളരെ എക്സ്പെൻസീവായിട്ട് വാങ്ങി കൊണ്ടുവന്ന് വയ്ക്കുന്ന സാധനമാണിത്. ഇന്നത്തെ അത്ര ചീപ്പായിട്ടല്ല. അത് വളരെ ദൈവത്തെ പോലെ ആളുകൾ കാണും.
അതിൻ്റെ അടുത്തൊരു പൊടി വരില്ല, റൂം വളരെ വൃത്തിയാക്കി വെച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ കയറി ചെല്ലുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് തിരിഞ്ഞ് ഈ പറയുന്ന പ്രഡിക്ഷൻസ് എല്ലാം കഴിഞ്ഞ് ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും, ഈ പറഞ്ഞ നമ്മൾ നടന്നു പോയൊരു വലിയ ഒരു വിപ്ലവം, അറിവിൻ്റെ വലിയൊരു വിപ്ലവം അതെന്തായിരുന്നു കഴിഞ്ഞൊരു 10-25 കൊല്ലത്തിൻ്റെ ഉള്ളിലെന്ന് വ്യക്തിപരമായി തന്നെ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞുള്ള ഒരാളാണ് ഞാൻ. ഇനി ഇപ്പം നമ്മൾ പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ എല്ലാ കാര്യങ്ങളും കോഡിങ്, നിങ്ങളുടെ ഇൻ്റലിജൻസിലാണ് നമ്മൾ സിസ്റ്റം വർക്ക് ചെയ്തിരുന്നത്. നമ്മുടെ മെമ്മറി, ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ അക്ഷരശ്ലോക മത്സരം എന്നൊക്കെ പറഞ്ഞൊരു സാധനം. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനിതിൻ്റെ ഒരാളായിരുന്നു. അപ്പോൾ അന്ന് ഈ പറഞ്ഞ ആശാൻ്റെ എല്ലാ പുസ്തകങ്ങളിലേക്ക് ബൈഹാർട്ടായിരുന്നു ആക്ച്വലി. അല്ലെങ്കിൽ ഉമാകേരളം പോലുള്ള, അതുപോലെ ശ്രീകൃഷ്ണേർദ്ധ മണിപ്പ, ഇത് ഒരുപാട് ശ്ലോകങ്ങൾ ബൈഹാർട്ട് പഠിക്കുക എന്നുള്ളത്, ബൈഹാർട്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയൊരു സ്കില്ലാണിത്. എൻഹാൻസിങ് യുവർ മെമ്മറി ഒരു വലിയൊരു ശക്തിയായിട്ട് ഇന്നും അല്ലാന്ന് ഞാൻ പറയില്ല, പക്ഷേ ആയിട്ട് കണക്കാക്കിയിരുന്ന ഒരു കാലഘട്ടമുണ്ട് മെമ്മറി. ഇപ്പം നിങ്ങളുടെ മെമ്മറി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മെമ്മറി അല്ല ആക്ച്വലി. നിങ്ങളുടെ മെമ്മറി എന്ന് പറഞ്ഞാൽ ഈ തലച്ചോറിൻ്റെ മെമ്മറിയിൽ നിൽക്കുന്നില്ല. ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന ഈ ക്ലൗഡ് മെമ്മറി മുഴുവൻ ഇന്ന് നിങ്ങളുടെ മെമ്മറിയാണ്. കാരണം എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു സംശയം വന്നു കഴിഞ്ഞാൽ ഐ ക്യാൻ ജസ്റ്റ് ടേക്ക് മൈ മൊബൈൽ, യു ചെക്ക് ഇറ്റ്, യു ഗെറ്റ് ദ ഇൻഫർമേഷൻ. അതിൻ്റെ അപ്പുറത്തേക്കാണ് ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വരുമ്പോൾ ലോകം മുഴുവനുള്ള നിങ്ങളുടെ ഈ പറയുന്ന ബ്രെയിനിൻ്റെ അപാരമായ പ്രോസസ്സിങ് ശേഷിയുള്ള ഒരു കമ്പ്യൂട്ടറാണ് നിങ്ങളുടെ ബ്രെയിൻ, നിങ്ങളുടെ ന്യൂറൽ നെറ്റ്വർക്ക്സ്. പക്ഷേ ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന ഇത്രയേറെ ഈ അറിവിൻ്റെ ശൃംഖലകൾ, അതായത് ഒരു ഇൻഫിനിറ്റ് മെമ്മറി എന്ന് പറയുന്ന അനന്തമായിട്ടുള്ള മെമ്മറിയാണ് ഇന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മളുടെ വ്യക്തിപരമായ മെമ്മറിക്കൊന്നും വലിയൊരു പ്രസക്തി ഉണ്ടാവില്ല. നിങ്ങളുടെ അനലിറ്റിക്കൽ ബ്രെയിൻ എന്ന് നമ്മൾ പറയുന്നത്, ഞാൻ പറയുന്നത് വ്യക്തിപരമായ നിങ്ങളുടെ കഴിവുകളൊക്കെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം. പക്ഷെ നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ സാധ്യതകൾ അതിലും എത്രയോ അപ്പുറത്തായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതൊരു ഡാറ്റ അനാലിസിസും ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാലഘട്ടത്താണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതുപോലെ ഈ ഹ്യൂമനോയിഡ് റോബോട്ട്സ്, നിങ്ങൾ ഇൻ്റർനെറ്റിലൊക്കെ നോക്കിയപ്പോൾ ചിലപ്പോൾ കാണാം പുതിയ റോബോട്ടുകൾ. ചൈനയിൽ ഇന്നൊരു റോബോട്ട് വരുന്നു, അത് എങ്ങനെയാണ് അതിൻ്റെ രൂപം ഭാവം ഒക്കെ നിങ്ങൾക്ക്, അത് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഈ ഹ്യൂമനോയിഡ് റോബോട്ടിക്സ് എന്ന് പറയും. ഇപ്പോൾ ഹ്യൂമനോയിഡ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പോലെ ചിന്തിക്കുവാൻ കഴിയുന്ന, മനുഷ്യനെ പോലെ കണ്ടാലിരിക്കുന്ന, മനുഷ്യനെ പോലെ ഇമോഷൻസ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, ഇമോഷൻസ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന എന്നുള്ളത്. ഇമോട്ടീവായിട്ടുള്ള റോബോട്ട്സ്. Now just imagine you have AI, artificial intelligence, and this humanoid robotics, they come together. You know what kind of wonders it is going to make. ഇപ്പോൾ അടുത്തൊരു റിപ്പോർട്ട് അനുസരിച്ചിട്ട് 5 കോടിയിലേറെ ഹ്യൂമനോയിഡ് റോബോട്ട്സ് അടുത്തൊരു 5 വർഷത്തിൻ്റെ ഉള്ളിൽ മനുഷ്യരുടെ ഇടയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവുമെന്ന് പറയുന്നു. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം വന്നപ്പോൾ പറഞ്ഞ പോലെ ഇപ്പം നമുക്കിത് വിശ്വസിക്കാൻ വലിയ പ്രയാസമായിരിക്കും. നിങ്ങൾ പോകുന്ന സ്ഥലത്തെല്ലാം, നിങ്ങളൊരു ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളൊരു കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ എല്ലാം നമ്മളെപ്പോലെ, നമ്മളെക്കാൾ സുന്ദരന്മാരും സുന്ദരികളുമായ, നമ്മളെക്കാൾ ബുദ്ധിപരമായ കഴിവുകളുള്ള, നമ്മളെക്കാൾ നല്ല രീതിയിൽ പെരുമാറാൻ കഴിയുന്ന, അവർ ഒട്ടും ടയേർഡാകാത്ത, കാരണം ആൾ ദാറ്റ് യു നീഡ് ഈസ് ദേ ഷുഡ് ബി പവേർഡ്. ഈ ലോകത്തുള്ള അറിവ് മുഴുവൻ, ഈ മെമ്മറി മുഴുവൻ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഈ മെഷീൻസ്, നമ്മളെ പോലെയുള്ള ഈ ഹ്യൂമനോയിഡ് മെഷീൻസ്, ദേ വിൽ ബി സിറ്റിംഗ് ആൻഡ് വർക്കിംഗ് വിത്ത് അസ്, ആൻഡ് ഐ വിൽ സേ ഈവൻ ദേ വിൽ ബി ലിവിങ് വിത്ത് അസ്. കാരണം നമ്മൾ പറയുന്ന ആ ലൈഫ് എന്നുള്ളൊരു സാധനത്തിൻ്റെ ഒരുപാട് ഘടകങ്ങൾ ഈ മെഷീൻസിലേക്ക് കയറുന്നതോട് കൂടിയിട്ട് വി വിൽ ഹാവ് ടു സേ ദാറ്റ് ദേ വിൽ ബി ലിവിങ് വിത്ത് അസ്. ഇപ്പം നമ്മൾ പലപ്പോഴും, ഞാൻ പറയാറുണ്ട്, ഈ നമ്മുടെ സമൂഹത്തിൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പല ചർച്ചകളും കാണും. ഈ ജാതി മതം ഇതെന്ന് പറഞ്ഞാലേ, ഈ ഇത്തരത്തിലുള്ള
വേർതിരിവുകൾ, മനുഷ്യരെ പലതരത്തിലും വേർതിരിക്കുന്നതും അതുപോലെ തന്നെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ചർച്ചകളൊക്കെ കാണുമ്പോൾ നമ്മൾ പറയും, സത്യത്തിൽ വി ഡോണ്ട് റിയലൈസ് ദാറ്റ് വി ആർ ഗോയിങ് ടു എ ടൈം വേർ യു വിൽ ബി ലിവിങ് വിത്ത് മെഷീൻസ്. യു വിൽ ബി ലിവിങ് വിത്ത് മെഷീൻസ്, നോട്ട് വർക്കിംഗ് വിത്ത് മെഷീൻസ് എനിമോർ. ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ മനുഷ്യനും ഈ മെഷീൻസും ഹ്യൂമനോയിഡ് റോബോട്ട്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഓക്കെ, യു ആർ ടോക്കിംഗ് അബൌട്ട് ദ മാരേജ് ബിറ്റ്വീൻ ദി മാൻ ആൻഡ് ദ മെഷീൻ. ആ ഒരു കാലഘട്ടത്തിലേക്ക് നടന്നെടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ചെറിയ ചെറിയ വ്യത്യാസങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ആ സൗന്ദര്യം, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്തുന്നു. ഇപ്പം നമുക്കിപ്പോൾ പറയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക്സും ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം, നമ്മളെപ്പോലെ ഈ ഉള്ളൊരു കാലഘട്ടത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ ഇപ്പോൾ പലരും പറയും നമ്മുടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടും, നമ്മുടെ മനുഷ്യത്വം നഷ്ടപ്പെടും എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പല പല ഇതുണ്ട്. അതൊക്കെ കൺസേൺസ് ആണ്. ഐ എം നോട്ട് സേയിങ് ദാറ്റ് നമുക്ക് അത്തരത്തിലുള്ള കൺസേൺസ് പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ യു വിൽ സീ ദാറ്റ് ഓൾ ദോസ് തിങ്സ് വിൽ ആക്ച്വലി എൻറിച്ച് യുവർ ലൈഫ്. ഒരു കാലഘട്ടത്തിൽ പക്ഷേ നമ്മളെക്കാൾ നന്നായിട്ട്, ഇപ്പോൾ നമുക്കിപ്പോൾ നിങ്ങളൊരു കൗണ്ടറിലിരിക്കുന്ന, ഞാനൊരു കൗണ്ടറിലിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ചില സമയത്ത് ഐ ക്യാൻ ഗെറ്റ് ആംഗ്രി, ഐ ക്യാൻ ഗെറ്റ് ടയേർഡ്, ഐ ക്യാൻ ഗെറ്റ് so many other emotions. I may get pulled by my own bias. ഇപ്പം ചില സമയത്ത് ഒരാൾ വരുമ്പോൾ എനിക്ക് അയാളോട് ഇഷ്ടം തോന്നാം, വേറൊരാളോട് എനിക്ക് ഇഷ്ടം തോന്നാതിരിക്കാം. പക്ഷേ നേരെ മറിച്ച് നിങ്ങളൊരു മെഷീൻ, ഈ പറയുന്നൊരു പ്രോഗ്രാംഡ് മെഷീൻ ആണെങ്കിൽ, സപ്പോസ് യു പ്രോഗ്രാം ഇറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് വിൽ നോട്ട് ഗെറ്റ് ആംഗ്രി, ഓക്കെ, യു വിൽ ബി വെരി ഹാപ്പി വിത്ത് ദറ്റ്. ഇപ്പം നമ്മളെ ജീവിതത്തിൽ നോക്കി നോക്കൂ, നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ നമ്മളായിട്ട് ഭയങ്കര സ്നേഹത്തിലാണെങ്കിൽ യു വിഷ് ദറ്റ്, അല്ലേ? അല്ലെങ്കിൽ വേറെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ മനുഷ്യർ നമ്മളുമായിട്ട് വളരെ നല്ല രീതിയിൽ ഇടപെടാൻ കഴിയുകയാണെങ്കിൽ നമ്മളൊക്കെ വളരെ വളരെ സന്തോഷമുള്ള വ്യക്തികളായിട്ട് മാറും. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഈ മാൻ മെഷീൻ ഇൻ്ററാക്ഷൻസ് എന്ന് നമ്മൾ പറയുന്ന ഈ ഒരു സ്പേസ് ഈസ് ഗോയിങ് ടു occupy our lives in the next few years. And I am sure that ഇപ്പം നിങ്ങളെല്ലാവരും ഈ ചെറുപ്പക്കാരായിട്ട് ഇവിടെ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ലോകത്ത് ജീവിക്കേണ്ട വ്യക്തികളാണ് എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എത്രമാത്രം നമുക്ക് വലുതാവാൻ പറ്റുമോ, കാരണം അത്രമാത്രം നിങ്ങൾ വലുതാവുക എന്നുള്ളതാണ് ഒരു വിദ്യാർത്ഥി ജീവിതത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ കൂടെ ഇരുന്ന് പഠിച്ചവരുടെയും നമ്മളെ പഠിപ്പിച്ച അധ്യാപകരിൽ നിന്നും എല്ലാവരിൽ നിന്നും നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നിന്നുമൊക്കെ നമ്മൾ വളർത്തിയെടുക്കുന്ന ഒരു കാര്യം, നമ്മൾ ഏറ്റവും എത്രമാത്രം നിങ്ങൾക്ക് വലുതാകാൻ പറ്റുമോ അത്രമാത്രം നിങ്ങൾ വിശാലമായി ചിന്തിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇപ്പം നമുക്ക് അറിയാം, പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു 8ാം ക്ലാസ്സിലെത്തിക്കഴിഞ്ഞാൽ രക്ഷിതാക്കൾ എവിടെയാണ് അടുത്ത സ്കൂൾ, ഈ കോച്ചിങ് ഉള്ള സ്കൂളെന്നാണ്. അത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താ വെച്ചാൽ പല സ്കൂളുകളും ടീച്ചിങ് സെൻറ്റേഴ്സ് അല്ല, ദേ ആർ കോച്ചിങ് സെൻറ്റേഴ്സ്. കാരണം അവർ ഒരു സ്കൂളിൽ തന്നെ ഏതെങ്കിലും ഈ കോച്ചിങ്ങുകാരെ ഏൽപ്പിക്കുകയാണ്, നിങ്ങൾ ഈ 8, 9, 10 നിങ്ങൾ ഏറ്റെടുത്തോ, ഞങ്ങൾക്ക് ഇത്ര കമ്മീഷൻ തന്നാൽ മതി. അപ്പോൾ ഈ കുട്ടികളെ ഈ കോച്ചിങ് ആണ്. പിന്നെ എന്താ വെച്ചാൽ എക്സാമിനേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് മത്സരം എങ്ങനെ നേരിടാം എന്നുള്ളതാണ് നിങ്ങളെ കുട്ടിക്കാലം മുതലേ പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് വന്നു, നിങ്ങൾ അടുത്ത എൻട്രൻസ് എക്സാമിനേഷൻസ് എഴുതുന്നു, ആ പരീക്ഷ എഴുതുന്നു, ഈ പരീക്ഷ എഴുതുന്നു. അത് കഴിഞ്ഞാൽ ഇപ്പോൾ അക്കാഡമിക് സിസ്റ്റം മൊത്തം പരീക്ഷകളുടെ ഒരു ക്വാണ്ടിറ്റേറ്റീവ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് എക്സാമിനേഷൻ സിസ്റ്റത്തിലേക്ക് പോയത്. പക്ഷേ അതിൻ്റെ പോലും സ്പിരിറ്റ് ഉൾക്കൊള്ളാതെയാണ് ഇത് പോകുന്നതുകൊണ്ട് പലപ്പോഴും എന്ന് വെച്ചാൽ ഈ പരീക്ഷകളുടെ ഒരു ലോകത്ത്, മത്സരത്തിൻ്റെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ നിങ്ങളെ ജീവിതത്തിൽ ഈ മത്സരത്തിന് യാതൊരു പ്രാധാന്യവും ഇല്ല എന്ന് മനസ്സിലാക്കാൻ ഇനി ഒരു 25 കൊല്ലം എടുക്കും. നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു 25 കൊല്ലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കും, ഞാൻ അന്ന് അങ്ങനെ അവരുമായിട്ട് മത്സരിക്കേണ്ട കാര്യമില്ല, മറ്റാൾക്ക്. കാരണം എന്താ പറയുക, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഷെയ്പ്പ് ചെയ്യുന്നത് ഓരോ വഴികളിലായിരിക്കും. നമ്മുടെ ജീവിതം നിങ്ങൾക്ക് കിട്ടുന്ന ഈ പരീക്ഷയിൽ കിട്ടുന്ന മാർക്കോ നിങ്ങൾക്ക് ഈ ഇതൊന്നും അല്ല പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തെ ഷെയ്പ്പ് ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ ആർജിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഹൗ ടു വർക്ക് വിത്ത് അതേഴ്സ്, ഹൗ ടു ലിവ് വിത്ത് അതേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഹൗ ടു ലിവ് വിത്ത് അതേഴ്സ്, ഹൗ ടു വർക്ക് വിത്ത് അതേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, നമ്മൾ മറ്റൊരാളെ നമുക്ക് ഉൾക്കൊള്ളാൻ
കൂടെ ഇരിക്കുന്ന ആളുകളുടെ ബുദ്ധിമുട്ടുകൾ നമ്മളുടെ ഒരു ബുദ്ധിമുട്ട് പോലെ തന്നെ അവരെങ്ങനെ ഹെൽപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരാൾക്ക് 2 പേർക്ക് 2 കഴിവായിരിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് അത് കമ്പൈൻ ചെയ്ത് 1+1 is not 2. അപ്പോൾ ഇത് എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു 5-6 ആളുകളുടെ ടീമായിട്ട്, ഇപ്പോൾ ഞാനിപ്പോൾ പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിൽ ഞാൻ പ്രത്യേകം കണ്ടുവരുന്നൊരു കാര്യം, ഈ കളക്റ്റീവ് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു 5-6 ആളുകൾ ചേർന്ന് ഒരു ടീമായിട്ട് ഈ എൻ്റർപ്രണർഷിപ്പ് പുതിയ ഈ സംരംഭകരായിട്ട് വന്നിട്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന പല കാര്യങ്ങൾ വളരെ നൂതനമായിട്ടുള്ള വളരെ ചെറിയ കാര്യമായിരിക്കും, പക്ഷേ ഈ സമൂഹത്തിന് വലിയ ആവശ്യമുള്ളൊരു കാര്യമായിരിക്കും. അത്തരത്തിലുള്ള എത്രയോ യുവ സംരംഭകരെ എന്ന് നമുക്ക് കാണാം. നിങ്ങളൊരു ഓഫീസിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിലിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പഴയൊരു കാലഘട്ടത്തിലല്ല ജീവിക്കുന്നത്. പണ്ട് ഹിയറാർക്കിയിലായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നത്. ഇപ്പോൾ ഒരു വൈസ് ചാൻസലർ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ അത് അങ്ങനെ അനുസരിക്കുക, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ അതനുസരിക്കുക. ക്ലാസ്സിൽ അധ്യാപകർ പറഞ്ഞാൽ ഈ അനുസരണം, ഡിസിപ്ലിൻ എന്നുള്ള ആ ഒരു വാക്കിൻ്റെ മുകളിലായിരുന്നു നമ്മുടെ ഈ സിസ്റ്റങ്ങളൊക്കെ പടുത്തുയർത്തിയിരുന്നത്. ഇന്ന് അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി, വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ പറയും. കാരണം ഇപ്പോൾ അധ്യാപകർ ഈ കുട്ടികൾ സംശയങ്ങൾ ചോദിക്കരുതെന്നല്ല, വളരെ ക്രിട്ടിക്കലായിട്ടുള്ള തിങ്കിങ്, അതായത് പല കാര്യങ്ങളിലും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ലാസ് റൂം മുറികളിൽ മാത്രമല്ല കുട്ടികൾ പഠിക്കുന്നതെന്ന്. കുട്ടികൾ പഠിക്കുന്നത് പറഞ്ഞാൽ ഈ ക്ലാസ് മുറിയേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ അധ്യാപകർ ലോകം മുഴുവനുണ്ട്. ഇന്ന് നിങ്ങളുടെ അധ്യാപകർ ലോകം മുഴുവനുണ്ട്. കാരണം നിങ്ങളൊരു മൊബൈൽ തുറന്നു വെച്ച് ഒരു ഇൻഫർമേഷൻ ഒരു കാര്യത്തിനെ കുറിച്ച് സെർച്ച് ചെയ്യണം, കമ്പ്യൂട്ടർ നിങ്ങളോട് ചോദിക്കും ഡു യു വാണ്ട് ടു നോ എനിത്തിങ് മോർ അബൌട്ട് ദിസ് എന്നാണ് പിന്നെ ചോദിക്കുക. യെസ് എന്ന് പറഞ്ഞാൽ വാട്ട് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ യു നീഡ് എന്ന് പറഞ്ഞ് നമുക്ക് ഈ ലോകത്തിലുള്ള ഒരുവിധ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പഠിക്കാൻ. അപ്പോൾ ഞാൻ ഈ പറയുന്ന അധ്യാപകർ, നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർ മാത്രമല്ല, ലോകം മുഴുവൻ നിങ്ങളുടെ ഗുരുനാഥന്മാരായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടാവും. ക്രിട്ടിക്കൽ തിങ്കിങ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ദർ വിൽ ബി ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ, ദർ വിൽ ബി ഡിഫറൻസസ് ഓഫ് വ്യൂ പോയിൻറ്റ്സ്. പക്ഷേ ഇതിനെല്ലാം കൂടി ചേർത്തുകൊണ്ട് ഒരു പരസ്പര സ്നേഹത്തിലും ബഹുമാനത്തിലും ഒതുക്കി നിർത്തി കൊണ്ടുപോവുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ ഈ പറഞ്ഞ നമ്മളൊരു ജനാധിപത്യവൽക്കരിക്കപ്പെട്ടൊരു കാലം. ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ഷനും വോട്ടും ഒന്നും അല്ല ശരിക്കും. ടോളറൻറ്റ് നമ്മൾ പറയില്ലേ, സെക്യുലർ എന്ന് പറയും. ശരിക്കും നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സെക്യുലർ എന്ന് പറഞ്ഞാൽ മതേതരത്വം എന്ന് പറയും നമ്മൾ. ഈ മതം അതിൽ കയറി വരുന്നതാണ് പ്രശ്നം. സെക്യുലർ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ വളരെ വിശാലമായിട്ട് ചിന്തിക്കാൻ കഴിയുക എന്നുള്ളത്. അത് മതത്തിൻ്റെയോ ഇതിൻ്റെയോ ഒന്നും മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് ഏറ്റവും വിശാലമായ രീതിയിൽ ചിന്തിക്കുവാൻ കഴിയുക, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ കഴിയുക. മറ്റൊരു വ്യക്തി അത് താഴെയുള്ള ആളാവാം, ചെറിയ ആളായിരിക്കാം, മുതിർന്ന ആളായിരിക്കാം, നമ്മുടെ സഹജീവികളായിരിക്കാം, നമ്മുടെ താഴെ വർക്ക് ചെയ്യുന്ന ആളാവും, മുകളിൽ വർക്ക് ചെയ്യുന്ന ആളാവും, ആരും ആയിക്കോട്ടെ, മറ്റൊരാളെ നിങ്ങൾക്ക് ബഹുമാനിക്കുവാനുള്ളൊരു കഴിവ്, അവർക്കുള്ളൊരു സ്പേസ് നിങ്ങൾക്ക് കണ്ടെത്തുവാനുള്ള ഒരു കഴിവുണ്ടാവുക എന്നുള്ളത്. ഇതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ ഏറ്റവും വലിയ വ്യക്തികളാക്കി ഓരോ സമൂഹത്തിലെ ഓരോ ലീഡർഷിപ്പ് റോളിലും അങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന, മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വ്യക്തികൾക്കുള്ളതാണ് ഇനിയുള്ള കാലം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പണ്ടൊക്കെ നമ്മൾ വ്യക്തിഗതമായ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു, പക്ഷേ ഈ വ്യക്തിഗതമായ അച്ചീവ്മെൻറ്റ്സിന് സ്ഥാനമില്ലെന്നല്ല പറയുന്നത്. ഇപ്പം നമ്മൾ സ്ഥാപനത്തിലായാലും ഒരു കളക്റ്റീവ് ഗുഡ് എന്ന് പറയും, കളക്റ്റീവ് ഇൻറ്റൻസിഫിക്കേഷൻ എന്ന് പറയും. നമ്മൾ ഒരു സ്ഥാപനത്തിനകത്ത് പോയി വിദ്യാർത്ഥികളായാലും അധ്യാപകരായി കഴിഞ്ഞാലും നമ്മൾ അതിനെ എന്ത് ചെയ്യണം? വി ഷുഡ് ഡു അവർ ലെവൽ ബെസ്റ്റ്. നമ്മൾ എന്ത് കാര്യമായിക്കോട്ടെ ചെയ്യുന്നത്, പഴയ കാലഘട്ടത്തിലല്ല നിങ്ങൾ ജീവിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഒന്നൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ കുട്ടികളെയൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ കഴിഞ്ഞ കുറേ അടുത്ത കാലത്തായിട്ട് വന്നൊരു മാറ്റം, ഈ പല കുട്ടികൾക്കും ഈ രക്ഷിതാക്കൾക്കാണ് പറയും ഇവന് മെഡിസിന് ചേർക്കണം, എൻജിനീയറിങ്ങിന് ചേർക്കണം, അല്ലെങ്കിൽ ഇന്ന കോഴ്സിന് ചേർക്കണം എന്നൊക്കെ. കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അവർ ആലോചിക്കുന്നത്. കാരണം അവർ ദേ ആർ അവെയർ ഓഫ് ഇറ്റ്. ഇന്ന് നിങ്ങൾക്ക് ഏത് കഴിവുള്ള ഒരാൾക്കും അനന്തമായ സാധ്യതയുള്ള ഒരു ലോകത്താണ്. നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന ഒരാളാണ്, കമ്പ്യൂട്ടർ എയ്ഡഡ് ഇപ്പോൾ ഡിസൈൻസൊക്കെ ചെയ്യുന്ന ഒരാളാണ്, ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ്, കാർപ്പൻട്രി നന്നായിട്ട് അറിയുന്ന ഒരാളാണ്, ആർക്കിടെക്ചറിൽ താല്പര്യമുള്ള ഒരാളാണ്. അല്ല, നിങ്ങൾ നോക്കി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മേഖല എടുത്തോ ആ ഫീൽഡിലെല്ലാം നിങ്ങൾക്ക് ഇന്ന് വിശാലമായ സാധ്യത. ഒരൊറ്റ കാര്യമുള്ളൂ, യു ഷുഡ് ബി റിയലി അറ്റ് യുവർ ബെസ്റ്റ് ഇൻ ദാറ്റ്. ഒരു പെർസ്യൂട്ട് ഓഫ് എക്സലൻസ് എന്ന് പറയുന്നത്. പെർസ്യൂട്ട് ഓഫ് എക്സലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്കി എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി
നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിനെ ഏറ്റവും നല്ല രീതിയിൽ നടത്തിയെടുക്കുവാനുള്ള ആ ഒരു കഴിവ് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ പ്രത്യേകിച്ചും ഈ സോഷ്യൽ മീഡിയയൊക്കെ വന്ന് നമ്മളിതുപോലെ ഈ ഇപ്പോൾ അറിവിൻ്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും അതിനപ്പുറത്ത് വേറൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ ഗെറ്റിംഗ് അഡിക്റ്റഡ് ടു സോ മെനി തിങ്സ്, റോങ് ഇൻഫർമേഷൻ. നമ്മൾ ഏറ്റവും കൂടുതൽ തെറ്റായ വിവരങ്ങൾ ഇങ്ങനെ നമ്മളിലേക്ക് പമ്പ് ചെയ്യുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ടായിരിക്കും. ബയാസ്, സോഷ്യൽ ബയാസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളിൽ മറ്റ് പല രീതിയിലും ഇപ്പോൾ റീൽസൊക്കെ കണ്ട് നമുക്ക് അനന്തമായിട്ട് കണ്ട് ചെറിയ ചെറിയ പീസസ് ആവുകൊണ്ട് ഇതിങ്ങനെ കാണുകയും നിങ്ങളിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മയക്കുമരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയുടെ തലച്ചോറിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുമോ ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കുവാൻ ഈ പറയുന്ന സാധനങ്ങൾ കഴിയും. നമ്മൾ കഴിക്കും മയക്കുമരുന്ന് ഒരു കെമിക്കൽ ഡ്രഗ് മാത്രമാണ് അത് ചെയ്യുന്നതെന്ന്. അല്ല, നമ്മളിൽ പല കാര്യങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും രീതിയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഓറിയൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മെസ്സേജസ് മാത്രം വായിക്കുക, അല്ലെങ്കിൽ ഇത് കാണുകയും അത് നിരന്തരമായി കാണുകയും ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മയക്കുമരുന്ന് കഴിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ എന്തെല്ലാം ഉണ്ടാകുമോ അതെല്ലാം ഉണ്ടാകും. കാരണം ഈ റിയാലിറ്റി എന്ന് നിങ്ങളുടെ തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറയുന്ന റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പെർസെപ്ഷൻ. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ തലച്ചോറിൽ ഉണ്ടാക്കുന്ന ഇൻഫർമേഷൻസ് എല്ലാം എടുത്ത് അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് പെർസെപ്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ റിയാലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. ശരിക്കും നിങ്ങളെ സംബന്ധിച്ച് എല്ലാവരും ഒരു പെർസീവ്ഡ് റിയാലിറ്റി ആയിരിക്കും. ആ പെർസീവ്ഡ് റിയാലിറ്റി വിൽ ബി ഡിഫറെൻറ്റ്. അപ്പോൾ ഹൗ ഡു യു പെർസീവ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മളെ ഓറിയൻറ്റ് ചെയ്യുന്ന, നമ്മളെ ഒരു രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു അടിമത്തത്തിലേക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാതെ ഒരു മയക്കുമരുന്നിൻ്റെ രൂപത്തിലേക്ക് ഈ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് കയറാതെ നിങ്ങളെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും അത് ഇൻറ്റേർണലി ചെയ്യണം. ഇപ്പോൾ ആരെങ്കിലും ഒരാൾ പറയാണ് ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ റിബൽ ചെയ്യുന്നൊരു പ്രായമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജീവിതത്തിൽ നമ്മളെക്കാളൊക്കെ വലിയ ആൾക്കാർ ഇവിടെ ജീവിച്ചു പോയിട്ടുണ്ട്. അവരൊക്കെ മൺമറഞ്ഞു പോയി. പലരും എത്രയോ മഹാന്മാരെ നമ്മൾ ഓർക്കുന്നു പോലും ഉണ്ടാവില്ല. ഇപ്പം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രായത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് കുട്ടികളെ. കാരണം നമ്മുടെ ഒരാളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി ആൻഡ് ടൈം, ഏറ്റവും കൂടുതൽ ആ ഊർജ്ജമുള്ള കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഊർജ്ജം പരമാവധി പോസിറ്റീവായിട്ട് ഉപയോഗപ്പെടുത്തുവാനും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഈ സമൂഹത്തിനുമൊക്കെ ഏറ്റവും മികച്ച രീതിയിൽ അതിനെ രൂപപ്പെടുത്തിയെടുക്കുവാനും അതിനൊരു ദിശാബോധം നൽകുവാനുമൊക്കെ നിങ്ങൾക്ക് കഴിയണം. കാരണം നമ്മളൊക്കെ പലപ്പോഴും ഈ ചെറുപ്പക്കാരുമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്കൊക്കെ ഒരു ഊർജ്ജം കിട്ടുന്നത് പലപ്പോഴും. കാരണം വെൻ യു ആക്ച്വലി വാണ്ട് എനർജി വി സേ ദാറ്റ് വി ഷുഡ് വർക്ക് വിത്ത് ദി യങ് പീപ്പിൾ. അപ്പോഴാണ് നമുക്കൊരു ഊർജ്ജം കിട്ടും. നമ്മൾ ടയേർഡാണെന്നൊക്കെ തോന്നുമ്പോൾ ഇവരെ കാണുമ്പോഴാണ് നമ്മുടെ ക്ഷീണം ഒക്കെ കുറഞ്ഞു പോകും. അപ്പോൾ അതാണ് നിങ്ങളുടെ പ്രായം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഓറിയൻറ്റേഷൻ നിങ്ങൾ ശക്തമായിട്ടുണ്ടാക്കണം. അപ്പോൾ അറിവിൻ്റെ പാത നിങ്ങൾ പിന്തുടരണം. ഈ സമൂഹത്തിനെ ചേർത്ത് നിർത്തുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ കൂടെ ഉള്ളവൻ്റെ ദുഃഖം നമ്മുടെ ദുഃഖമാകാനും കൂടെയുള്ളവൻ്റെ സന്തോഷത്തിൽ പങ്കുചേരുവാനും ഒരു സമൂഹ ജീവി എന്നുള്ള രീതിയിൽ മറ്റുള്ളവരുമായി സഹകരിച്ച് പ്രവർത്തിക്കാനും വലിയ വലിയ ലക്ഷ്യങ്ങളിലേക്ക് നടന്നു നീങ്ങുവാനും നിങ്ങൾക്ക് കഴിയണം. ആ ഒരു രീതിയിലാകട്ടെ നിങ്ങളുടെ ജീവിതയാത്ര എന്ന് ഞാൻ ആശംസിക്കുന്നു. എനിക്ക് ഇവിടെ ഒരുപാട് പേരോട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ സമയം ഞാൻ കളയുന്നില്ല. ഈ മെറിറ്റ് ഡേയിൽ ഇന്ന് നിങ്ങളേറ്റവും കൂടുതൽ മികച്ച രീതിയിൽ അക്കാദമിക് അച്ചീവ്മെൻറ്റ്സ് നേടിയ കുട്ടികളെ ആദരിക്കുന്നുണ്ട് എന്നൊരു ചടങ്ങുണ്ടെന്ന് പറഞ്ഞു. ആ വിജയികൾക്ക് എല്ലാവർക്കും ഞാൻ എല്ലാവിധ ആശംസകൾ നേരുന്നു. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. Thank you for your insightful words, sir. As a token of our gratitude and respect, I now invite Shri O.C. Salahuddin, Treasurer, IMAS Kerala, to present a memento to our Honorable Vice Chancellor. The
now move on to the most significant segment of the program, the award distribution, where we honor excellence, dedication, and outstanding contributions. ആദ്യമായി അക്കാഫ് അസോസിയേഷൻ ബോർഡ് ഓഫ് ഡയറക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ഗിരീഷ് മേനോനുള്ള ആദരവാണ്. ഗിരീഷ് മേനോൻ മലപ്പുറം ജില്ലയിലെ എടപ്പാൾ സ്വദേശി. ദുബായിൽ സ്വന്തമായി ബിസിനസ് നടത്തുന്ന ഗിരീഷ് കഴിഞ്ഞ 18 വർഷമായി MES പൊന്നാനി കോളേജ് അലുമിനി മെസ്ബയുടെ പ്രതിനിധിയായി PhDയിൽ വിവിധ സ്ഥാനങ്ങൾ വഹിച്ചു. നിലവിൽ UAE 100ഓളം കോളേജ് അലുമിനികളുടെ എപെക്സ് ബോഡിയായ അക്കാഫ് അസോസിയേഷന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഒരാൾ. UAE വിവിധ സാമൂഹിക സാംസ്കാരിക ചാരിറ്റി പ്രവർത്തനങ്ങളിൽ എന്നും മുൻപന്തിയിൽ. ഏതു കാര്യത്തിലും പെർഫെക്ഷന് പ്രാധാന്യം നൽകുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വ പാടവം, ഉത്സാഹം, ദീർഘവീക്ഷണം, കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാത്ത സമീപനം, വലിപ്പ ചെറുപ്പമില്ലാത്ത ഇടപെടലുകളും എല്ലാത്തിനും പുറമെ മുഖമുദ്രയായ വിനയവും ഒക്കെ അദ്ദേഹത്തെ വേറിട്ടു നിർത്തുന്നു. പ്രവാസ ലോകത്തിനുതകുന്ന നന്മ നിറഞ്ഞ സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഇനിയും കഴിയട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. I respectfully invite the Honorable Vice Chancellor to graciously present our prestigious award. Now, we have the Shrestha Award for Faculty Excellence 24-25, instituted to honor the faculty members whose leadership and dedication have brought remarkable distinction to the institution. I now invite Ms. Nusrat K to come forward and receive award for exemplary contribution as a Nodal Officer of Innovation and Entrepreneurship Development Center and Young Innovators Program. Dr. Asha Kimalthan for her outstanding leadership as the President of the Institution Innovation Council, IIC. Dr. Samira Hanif for securing the Best Women's Award and second position under the University of Calicut. Dr. C. Srijit for his notable international academic achievements, including granted international conference presentations and a course in Germany. Next, we have Mr. Akbar A. for the remarkable achievements and accolades brought to the college as a head department of physical education. Congratulations to all the recipients for the sitting benchmarks of professional excellence. Let us now move on to the most prestigious and significant award for our students, Excellentia. The Excellentia is conferred upon the best outgoing student in recognition of outstanding performance in both academic and non-academic spheres. The award comprises a cash prize of ₹10,000 along with a memento and is instituted as the Professor Kadwanar Mohammed Memorial Award. This esteemed award is conferred upon Mr. Naveen M.K. I now invite Mr. Naveen M.K., Best Outgoing Student of the Year 2025, to receive his award from the Honorable Vice Chancellor. Naveen, please. Please give a big round of applause for Naveen. Moving on to the Sports Convocation 25, celebration of excellence, discipline, perseverance, and indomitable sporting spirit of our students. Let us honor our cultures. At the outset, we acknowledge
the guiding forces behind these achievements, our respected coaches whose commitment and mentorship have been instrumental in shaping champions. We proudly honor Mr. Ajmal V, coach of the college rugby team, as a token of love and gratitude for his seamless support and dedication. We also honor Mr. Vinod Kumar, coach of college kabaddi team, for his invaluable contribution and constant encouragement to our athletes. Let us give them a warm round of applause. കണ്ടു ഞങ്ങളുടെ ക്ലാസ് പോകുന്നുണ്ടല്ലോ. Will now facilitate our students who have brought national recognition to the institution through their outstanding performances at the All India Inter-University level. First, we have Mohammed A, All India Inter-University Rugby silver medalist in 15s and captain of the Calicut University Kabaddi team for 4 consecutive years. Next, we have Shibi Shafiq, All India Inter-University Rugby silver medalist in 15s. And then Muhammad Ashik, All India Inter-University Rugby bronze medalist in 7s. Then we have Abdul Muttalib, All India Inter-University Rugby bronze medalist in 7s. Your achievements reflect not only personal excellence, but also the sporting legacy of Emil Spanani College. Congratulations to all of you. Thank you, Ravindran sir, for your valuable time. Now, I invite Mr. O.C. Salahuddin, Treasurer, MES Kerala, to deliver the next set of awards. Moving on, we now honor faculty members whose dedicated service has strengthened institutional initiatives and environmental responsibility. First, we have Mrs. Shamala Viu and Mrs. Menshia P. Both are recognized for their commendable role as coordinators of Green Campus, Clean Campus and Bhumitra Sena Club. A well-deserved round of applause, please. Moving on to the Researcher Awards. Research forms the backbone of academic growth. We now honor excellence in research contribution. Bobi, the Outstanding Researcher Award, is awarded to Dr. Jairam P. Sir, please. Erudito, the Best Research Scholar Award, is awarded to Mrs. Sabna Ma'am. Please. Palmyra, the Best Research Paper Award, is awarded to Arabol Stephen. Ms. Arya, please. Congratulations to the awardees for advancing knowledge through scholarly pursuits. Next, we have Akshara Mitra E. Muldumailali Central Library Best Library User Award. Books remind the silent mentors of academia. The Akshara Mitra Awards honor the most dedicated library users. We have Mrs. Shamila Viu, Best Faculty Library User. And then we have Mirsha Rahman from our students who has used PG Library User. And here we have Miss Hiba, the Best UG Student Library User. Your reading habits truly inspire the academic community. Thank you, Salahuddin sir, for your time. The phone.
അടുത്തതായി അക്കാഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ഗിരീഷ് മേനോന് MES അലുമിനി അസോസിയേഷൻ സമ്മാനിക്കുന്ന അവാർഡാണ്. അവാർഡ് സ്വീകരിക്കാനായി ശ്രീ ഗിരീഷ് മേനോനെയും അവാർഡ് നൽകുന്നതിനായി അലുമിനി പ്രസിഡന്റായ ശങ്കരനാരായണൻ അവരുകളെയും സെക്രട്ടറിയായ ശ്രീ അൻവർ സാറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. We now proceed to honor our students who have brought the laurels to the institution through academic excellence, innovation, leadership, and service. I respectfully invite Dr. O.P. Abdurrahman, Chairman, MES Panani College, to deliver the next set of awards. The first category, Invenza, the award for Best Innovative Student, and it is awarded to Ashiki I for his innovative startup initiative. അല്ലങ്ങളെ വിളിച്ചത് കൊടുക്കാം. അല്ലങ്ങളെ വിളിച്ചത് ഭാര്യ കൊടുക്കുന്നതുകൊണ്ട്. Next, we have Primera, Student Excellence Awards for honoring our students for their remarkable achievements in different spheres. Beginning with Nafisa Tahani Kunatil for attending NSS National Integration Camp at Odisha. Follows, we have Siddharth VP, recipient of Kalaburn Award 25-26. Moving on, we have Nitin Das EK, who has secured first prize in shoulder and flexible sword and shield. Please give a big round of applause for our recipients. Next, we have LCPL Raja Resli, who is selected to RDC launching camp. Raja, please. Next, I welcome Ribi K, who has selected for his NSS National Level Pre-Parade Camp 2025. Okay. We have Nafiza Hassan, who is selected for NSS State Level Pre-Parade Camp 2025. Please give a big round of applause for all our recipients. Excellent, the award for student toppers of the academic year 2025. Let us begin with our postgraduate toppers and university rank holders. To begin with, we have Dilsi Mariam PP, topper, MSc Aquaculture and Fishery Microbiology and University first rank holder. Next, we have Sultana Nihala Sini, topper, MCOM. Next, I welcome Shadia P, topper at MA Economics and 4th rank University of Calicut. Following, we have Afnida P, 7th rank holder in MA Economics, University of Calicut. Then we have Rashida K, 7th rank MA Economics, University of Calicut. To end the category, we have Fatima Hana, topper, MSc Physics. Moving on to the Excellent Awards winners of our undergraduate programs, I invite Dr. Babu Ibrahim, Secretary and Correspondent to MES Panani College, to deliver the awards. Now I invite Dr. Sagir Kadri sir to give the next set of awards. To begin with, we have Fahmida TP, topper, BSc Botany. Following, we have Swati VT, topper, BSc Chemistry.
Shabana Jasmine MT, topper, BBA. Shehla TA, topper, BCom Finance. Kirtana K, topper, BSc Computer Science. Equal. Dia F. Tarola, topper, BVOC Data Science and Analytics. Nandana V, topper, BA English. നീ പല മെമ്പർമാരിൽ ഇവനെ വിളിക്കണം, നമുക്ക് മുന്നേ വിളിക്കണം, സെഫിയത്തിനെ വിളിക്കണം. നന്ദനയുടെ പുറത്തേക്ക് നന്ദനയുടെ Vijesh M, topper, BVOC Fashion Design and Management. മാറി തരാട്ടോ. Arjun CS, topper, BSc Physics. നന്ദന Hannah Shirin, topper, BA Economics. To end the category, we have Naveen MK, topper, BSc Zoology. മാറ്റി വിളിക്കണം. Congratulations to all the toppers. Stepping to the next, we have the Meridius Award, Best Outgoing UG Students. To give away all those awards, I invite CP Mohammed sir. Moving forward, we have Magnara Awards for Best Outgoing Postgraduate Students. We have Sida Rashid from Aquaculture and Fishery Microbiology. Next, we have Hari Krishnan MP from Department of Commerce. We have Fatima Thiba, who is the best outgoing student from the Department of Economics. Next, we have Devanandan Pierce, best outgoing student from the Department of Geology. Last one in the category, we have Swaliha PT from the Department of Physics. Stepping to the next set, we have Meridius Awards, Best Outgoing UG Students. And to give away all those awards, I invite CP Mohammed Ashraf sir from the Management Committee. We have Fahmida TP from the Department of Botany. Ahmed Anzal M from Business Administration. Going forward, we have Swati VT, who is the best outgoing student from the Department of Chemistry. Next comes Shehla TA from Department of Commerce. Again, we have Ashik KI, the best outgoing student from the Computer Science Department. Next, we have Dia Tarola, the best outgoing student from the Data Science Department. Here we have KK Mohammed Ashraf sir to give the next set of awards. Next, I invite Fahmida B from the Department of Fashion Designing. Going forward, we have Ashida K from the Department of Geology.
Next, we have Arjun C.S., the best outgoing student from the Department of Physics. Please give a big round of applause to all our achievers, please. Moving on, we have Naveen M.K. from the Department of Zoology. അർജുൻ വന്നിട്ടില്ല. അത് വെച്ചത് കൊടുത്താൽ മതി. എന്തോ Congratulations, Congratulations, achievers. Each of these achievements reflects discipline, dedication, and nurturing academic environment of MES Panani College. Moving on to the sports convocation, celebration of excellence, discipline, perseverance, and indomitable sporting spirit of our students. Now, I invite Mr. Makbul from Management Committee to give next set of awards. And we now recognize who have represented Kerala and University with distinction at national and state levels. We have Sri Lakshmi EP, member of Kerala Rugby team at the National Games. Sri Lakshmi, please. Then comes Needmol MS, Kerala Senior, Junior and Calicut University team member. Then we have Nehla TS from the same category, Kerala Senior, Junior and Calicut University team member. Then comes Rahisa, Kerala Senior and Calicut University team member. Then comes Anurandha Vivi, Kerala Junior and Calicut University team member. ഇനിയുണ്ട്, കുറേ ഉണ്ട്. ഈസ വന്നു. ഈസ വന്നല്ലോ, അപ്പോൾ ഇത് അനുഭവം. To deliver the next set of awards, I invite Ms. Safia Ma'am, to Management Committee member. To receive the award, I invite Advait A, Kerala Senior and Junior Kabaddi team member. Then comes Sneha K. Murali, Kerala Senior and Calicut University team member. അദ്വൈത We have the same category following for Pooja UK, Kerala Senior and Calicut University team member. To end the category, we have Bhagyashree MS, Calicut University Kabaddi team member. Your dedication and discipline have elevated the standard of women's sport in our college. Moving on to the next set, we profoundly felicitate our Calicut University representative and inter-zone medal winners across various disciplines. We have Navya EV, Calicut University Wushu team member. പൂജന്റെ വിളിച്ചു. To give away the next set of awards, I'm inviting Dr. A. Zubair, Principal in MES Panani College. Sir, please. We have Navya EV, Calicut University Wushu team member. Following, we have Muzammil, Taekwondo team member and inter-zone gold medalist. Please give a big round of applause. Now we have Nibin G and Nabil P, Calicut University Kabaddi team members. Moving on, we have inter-zone medalists. I invite Ajmal E, Calicut University inter-zone Taekwondo medalist.
Following, we have Danish PA, Calicut University Indoor Zone Taekwondo medalist. Following, we have Sabira Jafar N, Calicut University Indoor Zone Taekwondo medalist. To end the category, we have Hiba M. Moinuddin for Calicut University Indoor Zone Taekwondo medalist. സുബൈർ സാറിനെ വിളിച്ചു The next category of Indoor Zone medalists is we have weightlifting champions. They are Mubarak, Shabir Shafiq VP, and Shaheen Shah KP. Following, we have Muhammad Walid, who is the Calicut University Indoor Zone Wushu medalist. അതുങ്ങൾ ഇഷ്ടം മറ്റേ പുതിയ പ്രിൻസിപ്പൽ വിളിക്കണം പുതിയ പ്രിൻസിപ്പൽ കൊടുത്തല്ലോ To give away the next set of awards, I am inviting our principal, Sabik sir. സാബിക് സാറ് We have Sridevi, who is the Calicut University Indoor Zone Kalaripayat medalist. ഷബീർ ഷഫീഖ് അല്ല Then comes Nandana EK, Calicut University Indoor Zone Kalaripayat medalist. Again, we have Naveen Das EK, Calicut University in Kalaripayat medalist. Then we have Adityan, Calicut University Indoor Zone Kalaripayat medalist. Then comes Sriram P. Santosh, Calicut University Indoor Zone Kalaripayat medalist. To end the category, we have Siddharth, Calicut University Indoor Zone Kalaripayat medalist. Each medal stands as testimony to your perseverance and rigorous training. Thank you. Moving on, we have the next category, ശ്രീരാം Inter-Zone Kabaddi Champions and Runner-Up Teams. I now invite Mr. K.K. Iqbal, Joint Secretary, Imaus Panani College, to give away the next set of awards. A special round of applause for our Calicut University Inter-Zone Kabaddi Women Champions. We have Nisha Kumari, Kenza M. Kabaddi Men Runner-Up Team. Please give a big round of applause for our Inter-Zone Kabaddi team. സ്നേഹില അതിന് മേടിക്കില്ല നെഹന അനൂറ് നെഹനയുടെ അനുവൃന്ദ ഭാഗ്യശ്രീ Again, we have the members of Inter-Zone Kabaddi Men Runner-Up Team. Muhammad A. Muhammad Shifan K. Muhammad Adil. ഷിഫാനില്ലേ Nibin J. ആദ്യം Muhammad Jifat PH. Advait A. Aromal A. ആരുള്ള പേരുള്ള Muhammad Sinan AM. Nishan PB. Ajmal. Shaham Badr. And Nabil. അജ്മൽ സിനാൻ ആരോഗ്യമുണ്ടോ നിബിൻ നിതിൻ മോനടിക്കാം നിതിന് മോനെ ഒന്ന് അങ്ങോട്ട് പോട്ടെ
ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കാം കേട്ടോ. To give the next set of awards, I invite Dr. Babu Ibrahim, Secretary, MES Panani College. Your teamwork and resilience truly embody the spirit of sportsmanship. Hearty congratulations to all the award recipients. Please give a big round of applause to all the recipients. Now, moving on to the felicitation address, I now invite Dr. M.K. Sabik, Principal, MES Panani College, to deliver the felicitation address. Sir, please. വേദിയിലുള്ള ഏറെ സന്തോഷദായകമായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ കോളേജ് മാനേജ്മെൻറ്റ് ഭാരവാഹികളായിട്ടുള്ള പ്രൊഫസർ OP സലാഹുദ്ദീൻ സർ, OP അബ്ദുറഹ്മാൻ സർ, ബാബു ഇബ്രാഹിം സർ, ഗിരീഷ് സർ, മാനേജ്മെൻറ്റ് ഭാരവാഹികൾ, പ്രിയ നിറഞ്ഞ എൻ്റെ സഹപ്രവർത്തകർ, വിദ്യാർത്ഥികൾ. പൊന്നാനി MES കോളേജിലേക്ക് പല തവണയും വരാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഈ ക്യാമ്പസിൻ്റെ ഭാഗമാവാൻ സാധിച്ച ദിവസം തന്നെ ഈ ക്യാമ്പസിലെ മികവാർന്ന വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അഭിനന്ദിക്കുന്ന ചടങ്ങിൻ്റെ ഭാഗം കൂടിയായി മാറാൻ സാധിച്ചു എന്നുള്ളത് വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നു. തീർച്ചയായിട്ടും കോളേജിൻ്റെ ആദരവിന് അർഹരായിട്ടുള്ള എല്ലാ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കുവാനും ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുവാനും ജീവിതത്തിൻ്റെ വളരെ വൈവിധ്യമാർന്ന വ്യത്യസ്തമായ മേഖലകളിൽ തിളങ്ങി നിൽക്കാൻ അവർക്ക് സാധ്യമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിന് സാക്ഷികളായി എത്തിയ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും അധ്യാപകരുമൊക്കെയുണ്ട്. അടുത്തൊരു ഘട്ടത്തിൽ അവർ കൂടെ ഇത്തരം അവാർഡുകൾക്ക് അർഹരാകുമെന്നുള്ള പ്രതീക്ഷയിൽ ഇനിയും ഇത്തരം ഒരുപാട് മുഹൂർത്തങ്ങൾ നമ്മുടെ ക്യാമ്പസിൽ ആവർത്തിക്കപ്പെടട്ടെ എന്ന് പ്രത്യാശയോടെ പ്രതീക്ഷയോടെ ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നിറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. Thank you, sir. I now invite Mr. Girish Menon, Board of Directors, ACAF, to felicitate the ceremony. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അദ്വൈൻ സാർ, എൻ്റെ പ്രിയപ്പെട്ട ബാബു സാർ, എനിക്ക് പേഴ്സണലി വളരെയധികം അടുപ്പമുള്ള എൻ്റെ പ്രിയ സുഹൃത്തും സഹോദരനുമായ സലാഹ് കാജി സാർ, ശങ്കരൻ, അൻവർ, അങ്ങനെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്നിവിടെ ഞാൻ ഒഴികെ മെസ്പ ദുബായിൽ നിന്നും ഞങ്ങളുടെ ട്രഷറർ ഇവിടെ എത്തിയിട്ടുണ്ട്, മുംതാസിർ. ഞാൻ 2 മിനിറ്റ് എടുക്കുകയാണ് നിങ്ങളുടെ. ഇപ്പോൾ വിദ്യാർത്ഥികളൊക്കെ കുറച്ചൊക്കെ പോയിക്കൊണ്ടെന്നാലും കുറച്ച് പേര് ഇവിടെ ഉണ്ട്. ഈ പൊന്നാനി MES കോളേജിന് ദുബായിൽ ഒരു അലുമിനൈ 25 വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് 25ാം വർഷം നമ്മൾ സിൽവർ ജൂബിലി ഈ വർഷം വളരെ വിപുലമായ രീതിയിൽ ദുബായിൽ ആഘോഷിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല പരിപാടികളും പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് നമ്മളുടെ ഈ അലുമിനി എന്തിനാണ് ദുബായിൽ എന്നുള്ള ചോദ്യം പലരും ചോദിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ 25 വർഷമായിട്ട് ഞങ്ങൾക്ക് അതിന് മറുപടി പ്രവർത്തനത്തിലൂടെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്നൊരു വിദ്യാർത്ഥി ദുബായിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കോളേജിനോട് ഒരു റിക്വസ്റ്റ് വയ്ക്കുകയാണ്, ഞങ്ങളെ ബന്ധപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അലുമിനൈൻ്റെ മെമ്പേഴ്സിന് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളും സഹായങ്ങളും അവർക്ക് ജോലി കിട്ടാനും ബാക്കി എല്ലാ കാര്യത്തിനും ഞങ്ങൾ തീർച്ചയായിട്ടും ചെയ്യും.
ഇപ്പോൾ അവിടെ ഒരു ജോബ് സെല്ല് ഞങ്ങൾക്കുണ്ട്, ഒരു ബിസിനസ് ഫോറം ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. ഒരു 50-ൽ പരം മെമ്പേഴ്സുള്ള നമ്മുടെ മെമ്പേഴ്സുള്ള ഒരു ബിസിനസ് ഫോറം നമ്മൾ അവിടെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ജോലിക്കാരെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത് ഈ നമ്മുടെ കോളേജിൽ നിന്നും പഠിച്ചിറങ്ങിയ ആൾക്കാർക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളെ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾ ഒരുക്കി തരാൻ തയ്യാറാണ്. പിന്നെ നമ്മുടെ പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ കേരള കോളേജ് അലുമിനി ഫോറം, അത് 120-ൽ പരം കോളേജുകളുടെ അലുമിനായുടെ ഒരു അപ്പെക്സ് ബോഡിയാണ് UAE പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വൺ ഓഫ് ദ ഡയറക്ടേഴ്സായിട്ട് നമ്മുടെ പൊന്നാനി കോളേജിൽ നിന്ന് എന്നെ തിരഞ്ഞെടുത്തതിൽ തീർച്ചയായിട്ടും കോളേജിനോട് ഞാൻ നന്ദി പറയാണ്. എൻ്റെ കോളേജിൽ അവിടെ കൂടെ പ്രവർത്തിക്കുന്ന ആൾക്കൂടെ നന്ദി പറയാണ്. അത് 10 പേരാണ് ഡയറക്ടേഴ്സ് ഉള്ളത്. അതിലത്തെ 2 പേര് ലോക്കൽസാണ്, 8 പേര് നമ്മുടെ കോളേജ് മെമ്പേഴ്സാണ് വിവിധ കോളേജുകളിൽ നിന്നുള്ളത്. പിന്നെ എടുത്തു പറയാനുള്ളത് നമ്മളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങളാണ്. നമ്മൾ ഈ റമദാൻ സമയത്ത് അക്കാഫ് 5 ലക്ഷത്തിൽ പരം ഫുഡ് കിറ്റുകൾ ലേബർ ക്യാമ്പിൽ പലയിടങ്ങളിലുമായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. അതിന് വളരെ സജീവമായിട്ട് MES പൊന്നാനി കോളേജ് 30 ദിവസം പങ്കെടുക്കാറുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ പങ്കെടുക്കുന്ന എല്ലാവരും ജാതി മത ഭേദമന്യേ നോമ്പ് നോട്ട് ആണ് പങ്കെടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ പുണ്യമാസത്തിൻ്റെ എല്ലാ പുണ്യങ്ങളും നമ്മൾ സൂക്ഷിച്ചാണ് ചെയ്യുന്നത്. പിന്നെ എടുത്തു പറയാനുള്ളത് നമ്മളുടെ ജോബ് സെല്ല് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെ നമ്മളുടെ ഒരു മീഡിയ വൺ ടെലിവിഷൻ ഒരു അവാർഡ് പ്രഖ്യാപിച്ചിരുന്നു ഇപ്പം, ഏറ്റവും നല്ല കോളേജ് അലുമിനി ഇൻ UAE. അതിൽ നമുക്ക് 2ാം സ്ഥാനം കിട്ടാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ കൂട്ടമായ പ്രവർത്തനമാണ്. നമ്മുടെ ഷംസുദ്ദീൻ സാറിനെയും ബുഷ്രാത്തേനെയും ഓർക്കാതെ തീർച്ചയായിട്ടും നമുക്കിവിടെ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം വളരെ സജീവമായിട്ട് നമ്മുടെ അലുമിനിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന 2 പേരാണ് അവർ. അപ്പോൾ അവരുടെ വേർപാടിൽ ഇപ്പോഴും നമ്മൾ ഒരുപാട് ദുഃഖമുള്ളതാണ് ആ കാര്യത്തിൽ. ഞങ്ങൾക്ക് 2 മിനിറ്റ് കൂടി ഞാൻ എടുക്കുന്നുണ്ട് നിങ്ങളുടെ സമൂഹത്തിലൂടെ തന്നെ. മോദിമുട്ടി സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊക്കെ ഒരു എന്താ പറയുക, ഇപ്പോഴും ഒരു വികാരമാണ്. സാറുടെ ശിക്ഷണത്തിൽ വളർന്നിട്ടുള്ള ഞങ്ങൾക്കൊക്കെ ദുബായിലും ആയാലും ഈ ലോകത്ത് എവിടെയായാലും നല്ലൊരു നിലയിൽ പലരും എത്തിച്ചേർന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ സാറ് പറഞ്ഞ പോലെ, നമ്മുടെ രവീന്ദ്ര സാറ് പറഞ്ഞ പോലെ ഇപ്പോഴല്ല നമുക്ക് ഈ ഒരു എന്താ പറയുക നഷ്ടം തോന്നുക, 20 വർഷം കഴിയുമ്പോഴാണ്, 30 വർഷം കഴിയുമ്പോഴാണ്. അപ്പോൾ ആ ഒരു നഷ്ടം UAE വരുന്ന വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കില്ല. ഞങ്ങൾ ഈ പ്രായത്തിലും വിദ്യാർത്ഥികളുടെ ഒരു ചുറുചുറുക്കോട് കൂടിയിട്ട് തന്നെയാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും, ദുബായിൽ വരുന്ന എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ നിങ്ങളുടെ കൂടെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കും. താങ്ക് യു വെരി മച്ച്. ഒരു കാര്യം കൂടി പറയട്ടെ. ഞാൻ നമ്മുടെ 2023 ലോകത്തിലെ ഏറ്റവും 2ാമത്തെ പുസ്തകമേളയായ ഷാർജ ബുക്ക് ഫെയറിൽ നമ്മുടെ കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾ എഴുതിയിട്ടുള്ള ഒരു പുസ്തകം നമ്മൾ പ്രകാശനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പുസ്തകം ഞാൻ ഇപ്പോൾ ഡയറിയിലേക്ക് കൈമാറാം. പിന്നെ എത്ര കോപ്പി വേണമെന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ എത്തിച്ചു തരാനാണ്. താങ്ക് യു. Thank you, sir. As we come to the conclusion of today's memorable ceremony, I invite Dr. A. Zubair, Principal of MES Panani College, to propose the word of thanks. Respected dignitaries, on behalf of the dais, this seems to be the last program as Principal Anna today. And I'll be returning back to my department soon, to the Department for Local Sri Bangladesh. And the principal has already arrived. She will be taking over the charge soon. Anyway, first of all, I thank Dr. P. Devendran, Honorable Vice Chancellor, University delegate, for coming here and inaugurating this program. And I also thank Dr. David Ibrahim, Dr. Osi Salahuddin, and Dr. P. Muhammad Ibrahim for participating in this program.
And I take this opportunity to welcome Dr. N.K. Sabit to his college as principal of his college. Okay, thank you. And also thank all the participants, all the students, and all the teachers who can be here. Thank you. Thank you very much. Thank you so much, sir. As we conclude today's ceremony, let us remember that recognition is not merely a reward, but a responsibility, a reminder to continue striving for excellence. On behalf of IQAC and Images Panani College, I extend sincere congratulations to all your orders and heartfelt thanks to everyone who made this event meaningful. Thank you all for your gracious presence. Have a wonderful day.